വീട് മാറിയത് ആശ്രമത്തിലെ തിരുമേനി പറഞ്ഞിട്ടാണോടാ? ആ, പ്രഭാ മാഡത്തിന്റെ ഒരു വിശ്വാസം. എന്നാലും രാത്രിക്ക് രാത്രി മാറേണ്ട കാര്യമില്ലായിരുന്നു. അതൊക്കെ അവരുടെ താല്പര്യമല്ലേ അമ്മേ. എന്തായാലും ഇപ്പൊ ഒന്ന് മാറി നിൽക്കുന്നത് നല്ലതാ. എന്താടാ നിനക്കൊരു വിഷമം പോലെ? ഏയ് ഒന്നുമില്ലമ്മേ. രജനി എവിടെ അമ്മേ? അവളകത്തുണ്ട്. നീ കഴിച്ചില്ലല്ലോ, ഞാൻ എടുത്തു വയ്ക്കാം. അല്ല, രജനി എന്താ കിടക്കുവാണോ? ഇല്ല, അവള് മുറിയിലുണ്ട്. അമ്മയ്ക്ക് എന്താ ഒരു മൂഡ് ഔട്ട്? എന്താ കാര്യം? ഒന്നുമില്ല, ഞാൻ ഭക്ഷണം എടുക്കാം. ആ, കാര്യം പറമ്മേ. മാധവേട്ടൻ ആശുപത്രിയിലെന്ന് അറിഞ്ഞിട്ടും അവിടുത്തെ കാര്യമൊന്നും ഇതുവരെ ചോദിച്ചില്ലല്ലോ. ഞാൻ രജനിയായിട്ടൊന്ന് പിണങ്ങി. ഓ, അമ്മയും മരുമോളും തമ്മിൽ പിണങ്ങിയോ? ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ സംഭവം. പിണങ്ങാൻ എന്താ കാര്യം? പറ. ഞാൻ പറയാം. വേണ്ട, ഞാൻ തന്നെ പറയാം. മോനെ, ഞാൻ ദേവികയായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആ സമയം രജനി വന്ന് ഫോൺ പിടിച്ചു വാങ്ങി. എന്നിട്ട് ദേവിയോട് ചൂടായി സംസാരിച്ചു. എനിക്കിഷ്ടപ്പെട്ടില്ല. ഗിരി, ഇനി എന്തൊക്കെയായാലും ദേവികയോട് ചിരിച്ചു കളിച്ച് സംസാരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. നന്ദനെ ഉപേക്ഷിച്ചു പോയിട്ട് ഇനിയിപ്പോ അവളുടെ അച്ഛൻ ഹോസ്പിറ്റലായതിന്റെ പേരില് അവനെ ഉപദ്രവിക്കുന്ന എന്റെ പേടി. ആ ഒരു അവസ്ഥയിൽ ഞാൻ എന്തൊക്കെ പറഞ്ഞു. എന്നാലും ഫോൺ പിടിച്ചു വാങ്ങി അങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവൂടാ? നന്ദൻ കൊലപാതകയാണെന്ന് സത്യം പറയണം. രജനി മോളോട് ഇപ്പൊ തന്നെ ഒന്നും പറയാൻ നിൽക്കണ്ട. സമയവും സാവകാശം നോക്കി പറഞ്ഞാൽ മതി. വേണ്ട. നീ എന്താ ആലോചിക്കുന്നേ? ഞാൻ ചോദിച്ചിട്ട് മറുപടി പറ. അതൊരു കാര്യം ചെയ്യും, എന്നെ ഇതിനിടയിലേക്ക് പിടിച്ചിടണ്ട. നിങ്ങൾ തമ്മിലുള്ളത് നിങ്ങൾ തന്നെ അങ്ങ് തീർത്താൽ മതി. എനിക്കാരോടും പിണക്കൊന്നുമില്ല. നീ എന്തിനാ പിണങ്ങുന്നേ? നീയല്ലേ ഫോൺ പിടിച്ചു വാങ്ങി അങ്ങനെയൊക്കെ പറഞ്ഞേ? അപ്പൊ അമ്മയ്ക്ക് എന്നോട് നല്ല പിണക്കമാണല്ലേ? സീരിയസാ? മിണ്ടില്ലേ? എനിക്ക് ആരോടും പിണക്കൊന്നുമില്ല. എന്നാ പിന്നെ എന്തിനാ ഇങ്ങനെ നിൽക്കുന്ന? മിണ്ടിക്കൂടെ? നമുക്ക് ഗിരിക്ക് ഭക്ഷണം എടുത്തു വയ്ക്കാം അല്ലേ? വാ വാ.